വിജയൻ്റെ ഒരുപാട് ഗോളുകൾ ആൾക്കാരുടെ മനസ്സിലുണ്ട്. എൻ്റെ മനസ്സിൽ തന്നെ ഒരുപാട് ഗോളുകളുണ്ട്. ഞാൻ ഒരു ഗോൾ കാണിച്ചു തരാം. അന്ന് കൊച്ചു വിജയനാ കേട്ടാ. ഞാൻ നെഹ്റുകപ്പ് കളിച്ചാ കൊച്ച് മുടി അങ്ങനെ പറ്റ കെട്ടിയതാണത്. അത് നെഹ്റുകപ്പ് നമ്മുടെ കൊച്ചിയിൽ കളിച്ചത്. അല്ല, കൽക്കട്ടയിലെ വിജയൻ്റെ ഗോളുകളെ കുറിച്ച് നമ്മുടെ ചില ബംഗാളികൾ ഇപ്പോഴും പറയും. എനിക്കൊന്ന് ബഗാനെതിരാണോ, അതായത് വിജയനൊരു പാസ് കൊടുക്കുന്നു, എനിക്കൊന്ന് രാമൻ വിജയൻ ആരാണോ ഒരാൾ കൊടുക്കുന്നു, മൂപ്പറ പന്ത് ഇങ്ങനെ വെച്ചിട്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്യുന്നു, വിജയൻ എവിടുന്നോ വന്ന് ഒറ്റ അടിച്ചത് ഗോളാക്കുന്നു. ക്ലബ് ടീമിൽ കളിക്കുമ്പോൾ ഞാൻ ചെല്ലുമ്പോൾ ചീമോക്കേരി ആയിരുന്നു അപ്പോൾ ഉള്ളത്. ചീമോക്കേരിയുടെ കൂടെ കളിക്കാൻ നല്ല സുഖമാണ്, നല്ല പ്ലെയറും, കുറേ ഗോൾ അടിക്കാൻ പറ്റില്ല. അവിടെ പോയിട്ട് ക്ലിക്കായതാണ്. എല്ലാവരും പറഞ്ഞു ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ കുറേ പ്ലെയേഴ്സ്, നല്ല നല്ല പ്ലെയേഴ്സ് നമ്മുടെ കേരളത്തിൽ നിന്ന് പോയിട്ടുള്ളവരുണ്ട് അവിടെ. സേവിയർ പൈസ്, നജമുദ്ദീൻ, നജുക്ക. ഇതിൽ ഏറ്റവും വലിയ പുലി എന്ന് പറഞ്ഞ റഹ്മാൻക്കാണ്. റഹ്മാൻക കോഴിക്കോടുള്ള ഒളിമ്പ്യൻ റഹ്മാൻ. നമ്മളൊന്നും ഒന്നല്ല അവിടെ കൽക്കട്ടയില്. കാരണം ഇപ്പോഴാണ് സരൂഖ് ഗാംഗുലി, ടൈഗർ സരൂഖ് ഗാംഗുലി ആയത്. ആദ്യം എന്ന് പറഞ്ഞ കൽക്കട്ടയിലെ ഫസ്റ്റ് അന്ന് ഫുട്ബോളാണ് അവിടെ ക്രേസ്. ഇപ്പോഴാണ് ക്രിക്കറ്റ് വന്നത്. അന്ന് ടൈഗർ റഹ്മാൻകാന്ന് വിളിക്കുക. ആളുടെ കഥ കേട്ടിട്ടാണ് നമ്മൾ അവിടെ ചെല്ലണത്. പറഞ്ഞെന്ന് പറഞ്ഞ ഗോവിന്ദ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ മെയിൻ ആളുണ്ട്, ബോൾ ബോയാണ്. ഞങ്ങളുടെ ബാഗ് ബൂട്ടൊക്കെ എടുക്കുന്ന ആളാണ്. അന്ന് ചെറിയ അക്കനായിരുന്നു. അപ്പോൾ ആളെ അച്ഛനായിരുന്നു അന്ന് അവിടെ ഉള്ളത്. അപ്പോൾ റഹ്മാൻ്റെ കഥ കേട്ടിട്ട് തന്നെ ഞങ്ങൾ പിന്നെ ദൈവമേ അത്രയെങ്കിലും കളിക്കാൻ പറ്റില്ല, ഇത്രയെങ്കിലും കളിക്കാൻ പറ്റുന്ന പറഞ്ഞ സംഭവം. കാരണം ചെറിയൊരു സാധനം പറഞ്ഞത് ആളെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. കാരണം ഈസ്റ്റ് ബംഗാൾ മോഹൻബാനും കൂടി കളി നടക്കാം കൽക്കട്ട സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ, അല്ല മറ്റേ ഇവിടെ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ. ഇപ്പോഴാണ് ക്രിക്കറ്റ് സ്റ്റേഡിയം ആയത്. കളി നടക്കുമ്പോൾ ഫുൾ ജനമാണല്ലോ, അറിഞ്ഞൂടാ. കൽക്കട്ടയിൽ ഭയങ്കര ജനമാണ്. കളി നടക്കുമ്പോൾ ഭയങ്കര കളി നടക്കും. ഈസ്റ്റ് ബംഗാൾ മോഹൻബാൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫാണ് അവിടെ. ഒരാഴ്ച മുന്നേ 2 ആഴ്ച മുന്നേ പ്രസ്സുകൾ ഇങ്ങനെ എഴുതാൻ തുടങ്ങും, പ്രാക്ടീസ് ചെയ്യണതും അത് ഇതും. കളി നടന്ന് ഭയങ്കര. ചുന്നിയോസ്വാമി എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ് പ്ലെയറാണ് അവിടുത്തെ. കൽക്കട്ടയിലെ ചുന്നിയോസ്വാമി എന്ന് പറഞ്ഞാൽ ഭയങ്കര പുലിയാണ്. ഭയങ്കര മിസ്സാക്കാം ഫോർവേഡിൽ കിടന്നിട്ട്. അത് ഇൻ്റർവെല്ലിന് വന്നിരുന്നു ചുന്നിയോസ്വാമിയോട് വന്ന് കീ ദാദാ എന്ന് പറഞ്ഞിട്ട് അവർ ബംഗാളിയിൽ വന്ന് പറഞ്ഞു കീ ദാദാ ഗോൾ നെയ് മച്ചി എന്നൊക്കെ പറഞ്ഞ് ബംഗാളിയൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിന്ന് കളിക്കാൻ. സെക്കൻഡ് ഹാഫിൽ ഇറങ്ങിയപ്പോൾ ഒരാൾ കുറവ്. അപ്പോൾ റഹ്മാൻ ഖാൻ എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പർ ബാക്ക് അവിടെ ഇല്ലെങ്കിൽ തകർന്നു. ഒരാൾ കുറവ്. ഇവർ നോക്കിയിട്ട് ഒരാളാണ് റഹ്മാൻ ഖാൻ അവിടെ ബൂട്ട് അയച്ചിട്ട് ഇറങ്ങിയില്ല, പുള്ളിക്കോട്ട് കയറുന്നില്ല. അപ്പോൾ അതാ എന്താ ഇറങ്ങാത്തതെന്നൊക്കെ ചോദിച്ചു. എല്ലാവരും പറയും അങ്ങനെ, അത് പുറത്തുനിന്ന് പോയിട്ടുള്ള ഒരു പ്ലെയർ. ആ പ്ലെയറിനെ പിടിച്ച് കയറ്റുക, എന്നാൽ ഞാൻ ഇറങ്ങാമെന്ന്. ആര് ചുന്നിയോസ്വാമിനെ പിടിച്ച് കയറ്റാ, എന്നാൽ ഞാൻ ഇറങ്ങാമെന്ന്. മൂപ്പരെ പുറത്താക്കിയാൽ മാത്രമേ കയറുള്ളൂ. കാരണം അത്രയും ചാൻസ് മിസ്സാക്കിയത്. ഇവർ പറഞ്ഞാൽ എങ്ങനെ പുറത്താക്കും ഇത്ര വലിയ പ്ലെയർ അങ്ങനെ. എന്നാൽ ഞാൻ കളിക്കുന്നില്ല, നിങ്ങൾ വേറെ പ്ലെയറിനെ കളിക്കുക. ഇയാളില്ല വെച്ചാൽ റഹ്മാൻക്കില്ലാതെ ഇവിടെ ഗോളും കിട്ടുകയും ചെയ്യും. എന്നിട്ട് ചുന്നിയോസ്വാമിനെ പിടിച്ച് കയറ്റി, ആളിറങ്ങി, കളി തുടങ്ങി. കളിയായ 1 മിനിറ്റോളം ഇയാൾ പോയി, ഇയാൾ കയറി സ്റ്റോപ്പർ ബാക്ക് കയറി പോയി ഹെഡ് ചെയ്ത് ഗോൾ അടിച്ചു, കളി ജയിച്ചു. അതൊക്കെയാണ് കളിക്കാരൻ്റെ. നമ്മളത് കേട്ടിട്ടാണ് അവിടെ ചെല്ലുന്നത് കളിക്കുന്നത്. അവരാ കേട്ടിട്ട് അതാണ് റഹ്മാൻ ഖാൻ എന്ന് പറഞ്ഞ കേരളത്തിൽ കുറച്ച് പേർക്ക് അറിയുള്ളൂ. കൽക്കട്ടക്കാർ ഇപ്പോഴും ചെന്ന് ഫാമിലി റഹ്മാൻ എന്ന് പറഞ്ഞാൽ അവിടെ കിടിങ്ങും റഹ്മാൻ വിളിക്കുക. അതാണ് റഹ്മാൻ. പക്ഷെ അവരൊക്കെ കേട്ടിട്ട് ഞങ്ങളപ്പോൾ പറയാം ഈശോ അത്രയെങ്കിലും ഒന്ന് കളിക്കാൻ, അതിൻ്റെ പകുതി കളിക്കാൻ പറ്റിയ മതി എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നത്. പക്ഷേ ഒളിമ്പ്യൻ റഹ്മാനെ നിരാശപ്പെടുത്തിയില്ല വിജയൻ. വിജയൻ ഒരുപാട് സർക്കസുകളോടെ കളിച്ചു. വിജയൻ്റെ പല ഏർപ്പാടുകളും പല ആൾക്കാരും പറയാറുണ്ട്. വിജയൻ പല തട്ടിപ്പ് നമ്പറുകൾ വരുന്നത്, അതായത് ഇങ്ങനെ കിടക്കുന്ന രീതിയിലൊക്കെ കിടന്ന ശേഷം ഇപ്പോൾ ഈ കാലുകൊണ്ട് തട്ടി ഗോളാക്കുന്ന, അവശനായി കിടക്കുന്നു എന്നുള്ള വ്യാജേനെ പിന്നെ ഉപ്പൂറ്റി കൊണ്ട് ഗോളടിച്ചു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള പല നമ്പറുകളോടെ പറ്റിയതാ കേട്ടെ. അത് നാച്ചുറൽ ഹീൽ പാസ് അതൊക്കെ നാച്ചുറലായിട്ട് കിട്ടിയതാണ്. ഗോഡ് ഗിഫ്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ പല കസർത്തുകളോടെ വിജയം നടത്തി. നമുക്ക് ടീം ജയിക്കാൻ വേണ്ടോ, കളി നന്നാവണോ, കാണികളെ നല്ല കളി കാണിപ്പിക്കണമെന്നോ. സ്റ്റീഫൻ കോൺസ്റ്റാന്റിന് പറഞ്ഞ ഫോക്സ് ബോക്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതൊക്കെ ഒരു ഭാഗ്യം, വലിയൊരു അംഗീകാരമായിട്ടാണ് നമ്മൾ കാണുന്നത്.
എനിക്ക് തോന്നുന്നു വിജയൻ സിനിമയിലേക്ക് വരാനുള്ള കാരണം ഈ കളിക്കളത്തിലും നല്ല അഭിനയം ഉണ്ടായിരുന്നു. സിനിമയുടെ കാര്യം അല്ല, ഈ ഇങ്ങനെ കിടന്നിട്ടൊക്കെ ആരും പ്രതീക്ഷിക്കാതെ കാലം കൊണ്ട് തട്ടി ഗോളാക്കാനൊക്കെ ഉള്ള വിധി എവിടുന്ന് പഠിച്ചു വിജയൻ? ഞാൻ ബാക്ക് സിസ്റ്ററൊക്കെ അടിച്ച് ഗോളൊക്കെ എനിക്ക് ഇങ്ങനെ സൈഡ് ഗോളി അടിച്ചിട്ട് വീഴാറിയില്ല എനിക്ക്. വീണാൻ അതൊരു ഐഡിയ എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഒരു കോച്ചുണ്ട്, മരിച്ച ആള്, അപ്പോൾ സ്പോർട്സ് സയൻസിൻ്റെ കോച്ചാണ് ജോസ് പ്രൈസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അയാൾ അതിൻ്റെ സ്പെഷ്യലിസ്റ്റാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ എനിക്ക് ഇങ്ങനെ അടിക്കാൻ അറിയാം പക്ഷെ വീഴാറിയില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ കൈക്കൊക്കെ ഒടിഞ്ഞു, വീഴാറിയില്ല. ആളാണ് എനിക്ക് പഠിപ്പിച്ചു തന്നെ ഈ അടി. ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അടിച്ചിട്ട് നമ്മൾ വീഴുമ്പോൾ കൈ ഇങ്ങനെ കുത്തരുത്, ഈ ഭാഗം ഫസ്റ്റ് കുത്തിയിട്ട് വീഴണം. ഇവിടെ കൊണ്ടാകുമ്പോൾ കൈ കുത്തുമ്പോൾ ഇവിടെ അല്ല വരാം, അപ്പോൾ കൈ ഒടിഞ്ഞു. എന്നിട്ട് അത് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ അത് ഞാൻ പഠിച്ചു. എന്നിട്ട് ഞാൻ പോലീസ് ഗെയിംസ് കളിക്കാൻ പോയി. ഇതേപോലെ ഒരു ഗോൾ അടിച്ചപ്പോൾ മരിച്ച ഗോപിനാഥ് സാറിൻ്റെ അന്ന് 500 കൊടുത്ത് എൻ്റെ അടുത്ത് തന്നു. ഓ ശരി. ബെസ്റ്റ് ഗോളായി എന്ന് പറഞ്ഞു. അതിലൊരു ആ ഗോളിന്റെ മനോഹരിത. അന്ന് ഞാൻ ആ ചെറുപ്പത്തിൽ പഠിച്ചാണ്. പോലീസിൽ കയറിയിട്ട് BML ഇങ്ങനെ പോലീസ് ഗെയിംസ് കളിക്കാൻ പോയിട്ട് ഈ ഗോൾ അടിച്ചു. അന്ന് 500 എന്ന് പറഞ്ഞാൽ നല്ല പൈസയാണ്. ശമ്പളം തന്നെ 700 രൂപ കിട്ടുമല്ലോ, സ്റ്റേഫൻ്റെ 700 രൂപ കിട്ടണുള്ളൂ. അപ്പോഴാണ് ഒരു ഗോളിന് വേണ്ടി 500 വന്നു ആ പഠിച്ച സമയത്ത്. കാരണം കുറേ ബുദ്ധിമുട്ടിയിട്ടുണ്ട് നമ്മൾ. കാരണം ഇത് പഠിക്കാൻ